ചേലക്കരയിലേക്ക് പോയി കഴിഞ്ഞാൽ ചേലക്കരയിൽ ചേൽ ആരായിരിക്കും എന്ന ചോദ്യത്തിനും ഉത്തരമായിരിക്കുന്നു. ചേലക്കരയെ ചെങ്കോട്ടയാക്കി നിലനിർത്താൻ കഴിഞ്ഞത് LDFന് വലിയ ആശ്വാസമാകും. ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം പൂരം തുടങ്ങിയ വിവാദം, അതിനുശേഷം അത് പെട്ടിയിൽ പണം പിടിക്കലിലേക്ക് എത്തുന്നു. ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടും ചേലക്കര പിടിച്ചു നിർത്താൻ LDFനാകുന്നു, ചുവപ്പിച്ചു നിർത്താൻ LDFന്റെ UR പ്രദീപിനാകുന്നു എന്നത് LDFന് ഒരു ആശ്വാസമാണ്. UR പ്രദീപിന്റെ ഭൂരിപക്ഷം 12,201 വോട്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് വോട്ട് വിഹിതവും ഭൂരിപക്ഷവും LDFന് കുറവാണ്. ഇത് അങ്ങനെയാണെങ്കിൽ പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലുണ്ടായ കുറവ് നികത്താൻ കഴിഞ്ഞു എന്നത് LDF ഒരു നേട്ടമായി തന്നെ തീർച്ചയായും കാണും. ഇനി ഒരു താത്വിക അവലോകനത്തിന്റെ കാലമായിരിക്കുമല്ലോ. അപ്പോൾ ഓരോ മുന്നണികൾക്കും ഇക്കുറി ലഭിച്ച വോട്ട് വിഹിതം നമുക്ക് നോക്കാം. UR പ്രദീപിന് ലഭിച്ചത് 64,827 വോട്ടാണ്. രമ്യ ഹരിദാസിന് 52,626 വോട്ട് ലഭിച്ചപ്പോൾ കെ ബാലകൃഷ്ണന് 33,609 വോട്ടുകളാണ് ലഭിച്ചത്. ഇനി 2021 കെ രാധാകൃഷ്ണൻ സ്ഥാനാർത്ഥിയായിരുന്നപ്പോൾ 54.41% വോട്ടാണ് LDFന് കിട്ടിയത്. ഭൂരിപക്ഷം 40,000-നടുത്തായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 83,415 വോട്ട് നേടിയ LDFന് ഇക്കുറി ലഭിച്ചത് 64,827 വോട്ട്. UDFന് 8,000-ലേറെ വോട്ടിന്റെ വർധനയുണ്ടായി. 11,000-ലധികം വോട്ട് കൂടുതൽ നേടാൻ NDAയ്ക്കും കഴിഞ്ഞു. അപ്പോൾ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള നേട്ടങ്ങളും കോട്ടങ്ങളും ഒക്കെ ഈ കണക്കുകൾ ഉപയോഗിച്ച് വിശകലനം ചെയ്യാൻ സാധിക്കും. നമുക്കറിയാം, ഓരോ കണക്കുകളും അവർക്ക് അനുകൂലമായും പ്രതികൂലമായും ഒക്കെ വിവക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇനി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചേലക്കര നിയോജക മണ്ഡലത്തിൽ നിന്ന് LDF 60,368 വോട്ടാണ് നേടിയത്. UDF 55,195 വോട്ടും NDA 28,974 വോട്ടുമാണ് നേടിയത്. 2019 ആലത്തൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് ജയിച്ചു കയറിയപ്പോൾ ചേലക്കര ഉൾപ്പെടെ രമ്യ ഹരിദാസിനൊപ്പമായിരുന്നു. എന്നാൽ 2024 വീണ്ടും ആലത്തൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോൾ ചേലക്കര ഇടതോരം ചേർന്ന് 5,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷം നൽകി. മൂന്നാമത് നിയമസഭയിലേക്ക് മത്സരിച്ചപ്പോഴും രമ്യയെ ചേലക്കര കൈവിട്ട കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇനി ചേലക്കര മണ്ഡലത്തിൽ LDFന്റെ ഒരു സമീപകാല പ്രകടനം എങ്ങനെയാണെന്ന് നോക്കിയാൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 83,415 വോട്ട് നേടിയ LDFന് 2024 മെയ്യിൽ ലോക്സഭയിലേക്ക് നടന്ന മത്സരത്തിൽ ചേലക്കരയിൽ നിന്ന് 60,368 വോട്ടാണ് ലഭിച്ചത്. ഇക്കുറി 64,827 വോട്ട് ഉറപ്പിക്കാൻ കഴിയുകയും ചെയ്തു. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിനെ ശ്രദ്ധേയമായ മറ്റൊരു ഘടകം PV അൻവറിന്റെ സാന്നിധ്യമായിരുന്നു. ഒരുപാട് ആരോപണങ്ങൾ, ഒരുപാട് വിവാദങ്ങൾ, ഒരുപാട് വെല്ലുവിളികൾ, ഇതൊക്കെ കൊണ്ടായിരുന്നു PV അൻവർ ഈ തെരഞ്ഞെടുപ്പിലേക്ക് വന്നത്. എന്നാൽ അൻവറിന്റെ DMK പിന്തുണച്ച NK സുധീറിന് വെറും 3,920 വോട്ട് മാത്രമാണ് നേടാനായത്. പക്ഷെ അത് തന്നെ വലിയൊരു കാര്യമെന്ന മട്ടിൽ ഇന്ന് PV അൻവർ മാധ്യമങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഇതാണ് ചേലക്കരയിലെ ഒരു മൊത്തം വോട്ട് ചിത്രം. ഇനി ചേലക്കരയിലെ തെരഞ്ഞെടുപ്പ് വിശകലനങ്ങളിലേക്ക് നമ്മളൊന്ന് പോയാൽ, രമ്യ ഹരിദാസ് ഒരിക്കൽ ത്രിവർണമാക്കിയ ചേലക്കര തനിനിറം ചുവപ്പ് തന്നെയെന്ന് തെളിയിച്ചിരിക്കുകയാണ്. വിശദാംശങ്ങളുമായി വീണ്ടും ചേരുകയാണ് S. വിജയകുമാർ ന്യൂസ് ഡെസ്കിൽ നിന്നും, S. ശ്രീകാന്ത് ചേലക്കരയിൽ നിന്നും. S. വിജയകുമാർ, വീണ്ടും ഗുഡ് ഈവനിങ്. ഇപ്പോൾ ചേലക്കര എന്ന് പറയുമ്പോൾ ഒരു പൂരം വിവാദത്തിൽ തുടങ്ങി, പൂരങ്ങളുടെ നാടാണ്. അപ്പോൾ അവിടെ പൂരം കലക്കല് ഒരു പ്രശ്നമാകുന്നു, പല പൂരങ്ങളും നടത്താനാകുന്നില്ല എന്ന പ്രശ്നം വരുന്നു. പിന്നീട് ഈ പറയുന്നതുപോലെ പെട്ടിയിൽ പണം പിടിക്കുന്നു. ഇങ്ങനെയൊക്കെ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടെങ്കിലും ചേലക്കരയെ ചുവപ്പിച്ചു നിർത്താനായി എന്താണ് ഘടകങ്ങൾ? ഒരല്പം വോട്ട് വ്യത്യാസം വരുത്താനും LDFന് കഴിഞ്ഞിട്ടുണ്ട്. ക്രിസ്റ്റീന, ചേലക്കര എന്നത് അതിൻ്റെ ഇടതുമുന്നണിയുടെ ഒരു ഭദ്രമായ കോട്ടയാണ്. കഴിഞ്ഞ 28 വർഷം എന്ന് വെച്ചാൽ കാൽ നൂറ്റാണ്ട് എന്ന് നമുക്ക് പറയാം. അങ്ങനെ കാൽ നൂറ്റാണ്ടായി ഇടതുമുന്നണി അവരുടെ കൈവശം വെച്ചിരിക്കുന്ന ഒരു മണ്ഡലമാണ് ചേലക്കര. ആ മണ്ഡലത്തിലെ പഞ്ചായത്തുകൾ 9 പഞ്ചായത്ത് എടുത്ത് പരിശോധിച്ചാൽ അതിൽ ബഹുഭൂരിപക്ഷവും ഇടതുമുന്നണിക്ക് വലിയ സാധ്യതയുള്ള, അവർക്ക് വലിയ സ്വാധീനമുള്ള മേഖല തന്നെയാണ്. ആ പഞ്ചായത്തുകളൊക്കെ ഈ വോട്ടെണ്ണൽ ദിവസവും അവരോടൊപ്പം നിന്നു എന്നത് തന്നെയാണ്. അവിടെ ഒരു വെല്ലുവിളി ഉയർത്താൻ രമ്യ ഹരിദാസിന് ശ്രമം നടത്തിയിരുന്നു. കുടുംബയോഗങ്ങൾ, വലിയ പ്രചാരണ സംവിധാനങ്ങൾ, നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ അവിടെ സജീവമായ ഇടപെടൽ, വാർ റൂമിലെ ഓപ്പറേഷനൊക്കെ ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ നമ്മൾ കരുതിയതാണ് ഈ കോട്ട വീണില്ലെങ്കിലും ഒന്ന് ഉലയുമെന്ന്. പക്ഷേ ആ കോട്ട വീണില്ല, അത് ഉലഞ്ഞില്ല, അതേ ഒരു നെടുങ്കോട്ടയായി തന്നെ തുടർന്നു. അപ്പോൾ അതിന് ഒരൊറ്റ റീസണേ നമുക്ക് പറയാൻ കഴിയൂ. ഒന്ന്, അതിൻ്റെ ഇടതു സ്വഭാവം അത്
അത് കാത്തു സൂക്ഷിച്ചു ചേലക്കര. 98 അല്ലെങ്കിൽ 96 ശേഷം ഈ 28 വർഷം തുടർച്ചയായി 28 വർഷം അവിടെ ഇങ്ങനെ ഭരിക്കുക, ആ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യാൻ പറ്റുക എന്നത് ഇടതുമുന്നണിക്ക് കഴിയുന്നുണ്ടെങ്കിൽ അത് ഇടതുമുന്നണിയോട് ആ ഇടത് രാഷ്ട്രീയത്തോട് ആ നിയമസഭാ മണ്ഡലം കാട്ടുന്ന ആഭിമുഖ്യം തന്നെയാണ്. അതിന് ഒരു കുറവും ഈ തെരഞ്ഞെടുപ്പിൽ വന്നിട്ടില്ല. ഇപ്പോൾ കെ രാധാകൃഷ്ണൻ പറഞ്ഞത് ചെങ്കോട്ടയാണ് ചേലക്കര എന്ന ആദ്യത്തെ പോസ്റ്റ് അത് ശരിവെക്കുന്നതാണ്. കെ രാധാകൃഷ്ണൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 38,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. ആ വോട്ട് ഇത്തവണ ഇല്ലല്ലോ എന്നാണ് ഇവിടെ കോൺഗ്രസ് UDF ഒരു വിമർശനമായി പറയുന്നത്. അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കുമ്പോൾ അദ്ദേഹം ഈ ചേലക്കര സെഗ്മെന്റിൽ ജയിച്ചത് വെറും 5,000-ൽ പരം വോട്ടിനാണ്. രമ്യ ഹരിദാസ് അവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടം കാഴ്ചവെച്ചതാണ്. അപ്പോൾ ഓരോ തെരഞ്ഞെടുപ്പിനും ഓരോ സ്വഭാവമുണ്ടെങ്കിലും ചേലക്കരയുടെ അടിസ്ഥാന സ്വഭാവം ഇടത് ആഭിമുഖ്യം പുലർത്തുക എന്നതാണ്. അതിൽ ഒരു കുറവും ഇത്തവണയും വരുത്തിയിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം UR പ്രദീപ് എന്ന സ്ഥാനാർത്ഥിയുടെ മികവാണ്. URP എന്ന ചേലക്കരക്കാർ വളരെ സ്നേഹത്തോടെ വിളിക്കുന്ന UR പ്രദീപ് ആ മണ്ഡലത്തിലെ, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് അവിടുത്തെ ഓരോ വീടും ഓരോ വോട്ടറെയും നന്നായി അറിയാം. ഒരു തവണ അദ്ദേഹം അവിടെ MLA ആയിട്ടുള്ളയാളാണ്. അവിടുത്തെ സാംസ്കാരിക പ്രവർത്തനം അതിലൊക്കെ പങ്കാളിയാണ്. പാർട്ടി പരിപാടികളിലെ സാന്നിധ്യമാണ്. UR പ്രദീപ് URP കെ രാധാകൃഷ്ണനെ പോലെ അങ്ങേയറ്റം ലാളിത്യത്തോടെ പെരുമാറുന്നയാളാണ്. ലളിതമായി അദ്ദേഹത്തിൻ്റെ ജീവിതം അങ്ങനെയാണ്, പ്രവർത്തകരോടുള്ള പെരുമാറ്റം അങ്ങനെയാണ്, ജനങ്ങളോടുള്ള ഇടപെടൽ അങ്ങനെയാണ്. ആ നിലയിൽ വളരെ അത്തരത്തിലുള്ള ചുറ്റുപാടിൽ നിന്ന് വരുന്ന ഒരു നേതാവിന് ചേലക്കരയിൽ വലിയ സ്വീകാര്യത എക്കാലത്തുണ്ട്. കെ രാധാകൃഷ്ണൻ്റെ മുഖമുദ്ര തന്നെ അദ്ദേഹത്തിൻ്റെ ലാളിത്യവും വിനയവും ആണ്. അപ്പോൾ അദ്ദേഹം ഏതൊക്കെ മോശം സാഹചര്യം ഉണ്ടായാലും കെ രാധാകൃഷ്ണനെ ചേലക്കര കൈവിട്ടിട്ടില്ല. ഏതാണ്ട് അതുപോലെ തന്നെയാണ് ചേലക്കര UR പ്രദീപിൻ്റെ കാര്യത്തിലും. URP ചേലക്കരക്കാരുടെ പ്രിയപ്പെട്ടവനാകുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതം, അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം, അദ്ദേഹത്തിൻ്റെ സൗമ്യവും ലളിതവുമായ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം അതിലൂടെയാണ്. നമ്മൾ ഇപ്പോൾ ചേലക്കരയ്ക്ക് പുറത്തുള്ള, അപ്പം നമ്മളൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യാനൊക്കെയാണ് ചേലക്കര എത്തുന്നത്. ഒരൊറ്റ ദിവസം അദ്ദേഹത്തെ കാണുമ്പോൾ, അദ്ദേഹവുമായി നമ്മൾ പരിചയപ്പെടുമ്പോൾ പിന്നീട് അദ്ദേഹം നമ്മളെ പേരെടുത്ത് പറഞ്ഞ് നമ്മളോട് സംസാരിക്കാനും ആ നിലയിലൊരു അടുപ്പം കാത്തു സൂക്ഷിക്കാനും UR പ്രദീപ് എന്ന ചേലക്കരക്കാരുടെ URPക്ക് കഴിയുന്നുണ്ട്. അത് സ്ഥാനാർത്ഥിയുടെ മികവ് ഒരു മണ്ഡലത്തിൽ എത്ര പ്രതികൂല സാഹചര്യം ഉണ്ടായാലും അത് ആ സ്ഥാനാർത്ഥിയുടെ മികവ് അദ്ദേഹത്തിന് ഗുണം ചെയ്യും എന്നതിൻ്റെ ഒരു ക്ലാസിക് കേസാണ് UR പ്രദീപിൻ്റെ ചേലക്കരയിലെ വിജയം. അവിടെ സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ അടിയൊഴുക്കുകളാകുമെന്നൊക്കെ പറയുമ്പോഴും അതൊന്നും ബാധിക്കാത്ത മട്ടിൽ ആ മണ്ഡലത്തെ പിടിച്ചു നിർത്താൻ UR പ്രദീപിൻ്റെ സ്ഥാനാർത്ഥിത്വം ഘടകമായിട്ടുണ്ട്. കെ രാധാകൃഷ്ണന് അവിടെ പ്രചാരണ രംഗത്ത് സജീവമല്ല എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്ന ഘട്ടത്തിലും CPM അതിനെ രാഷ്ട്രീയമായി നേരിട്ടു. അത് UDFൻ്റെ കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്ന ആരോപണമാണ് എന്ന നിലയിൽ അതിനെ രാഷ്ട്രീയമായി നേരിട്ടു. ആ ഘട്ടത്തിലൊക്കെ പതറാതെ ഇടറാതെ കെ രാധാകൃഷ്ണൻ, രാധേട്ടൻ എന്നാണ് ചേലക്കരക്കാരുടെ രാധേട്ടൻ, അദ്ദേഹത്തിൻ്റെ കൈപിടിച്ച് പ്രചാരണ യോഗങ്ങൾ ഒരുമിച്ച് UR പ്രദീപിനെ നമ്മൾ കണ്ടു. അപ്പോൾ UR പ്രദീപിൻ്റെ അവിടുത്തെ വിജയത്തിന് അവിടുത്തെ CPM ഇടത് കോട്ട എന്ന ലേബൽ ഒരു ഗുണമായിട്ടുണ്ട്. ഒപ്പം UR പ്രദീപ് എന്ന സ്ഥാനാർത്ഥിയുടെ മികവും ഒരു ഘടകമായിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ചേർന്നപ്പോഴാണ് നല്ല വിജയം, തിളക്കമുള്ള വിജയം ചേലക്കരയിൽ ഇടതുമുന്നണിക്കുണ്ടായത്. ചേലക്കര ജയിച്ചാലാണ് ഈ ഉപതെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ വിജയമെന്ന് UDF നേതാക്കൾ VD സതീശനും KPCC അധ്യക്ഷനും പറഞ്ഞതാണ്. നോക്കൂ, ചേലക്കരയിൽ ഒരു ഇടിവ്, ഒരു തകർച്ച ഇടതുമുന്നണിക്ക് ഉണ്ടായിരുന്നെങ്കിൽ അതിസങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് ഇടതുമുന്നണിയുടെ കേരളത്തിലെ ഭരണം തന്നെ പോകുമായിരുന്നു. അത് ഒഴിവാക്കാനുള്ള വലിയ പരിശ്രമം ഇടത് ക്യാമ്പിൽ നടന്നു. മുഖ്യമന്ത്രി 2 ദിവസം അവിടെ ക്യാമ്പ് ചെയ്ത് പ്രചാരണം നടത്തി. അപ്പോൾ അതിൻ്റെയൊക്കെ ഫലം അവിടെ ഉണ്ടായി. തിളക്കമാർന്ന വിജയം UR പ്രദീപിന് അവിടെ ഉണ്ടായി. അത് ഇടത് കോട്ടയാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു. അതാണ് അതിന്റെ ചുരുക്കം. അതെ, വിജയം പറഞ്ഞ പോലെ തന്നെ അതൊരു ഇടത് കോട്ടയാണ്. 2 URPയുടേതായിട്ടുള്ള ഒരു വ്യക്തി പ്രഭാവം, അദ്ദേഹം എങ്ങനെ ഓരോ വ്യക്തിയോടും അടുപ്പം സൂക്ഷിക്കുന്നു എന്നത്, ഇത് 2 ഘടകങ്ങളുമുണ്ട്. പക്ഷേ ഇവിടെ നമുക്കറിയാം തെരഞ്ഞെടുപ്പിന് മുൻപ് ഒരു 1.5 വരവായിരുന്നു PV അൻവറിന്റെ. അപ്പോൾ PV അൻവറിന്റെ ഒരു 1.5 വരവും ചില വാർത്താ സമ്മേളനങ്ങളും ചില ആരോപണങ്ങളും ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നതും ഇതൊക്കെ വലിയ അടിയൊഴുക്കുകൾ ഉണ്ടാക്കുമെന്ന ഒരു വീമ്പ് പറച്ചിലുമൊക്കെ. പക്ഷെ അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ നിഷ്പ്രഭമാക്കുന്ന ഒരു കാഴ്ച കൂടി കണ്ടല്ലോ ചേലക്കരയിൽ. ക്രിസ്റ്റീന, PV അൻവർ യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു ബുദ്ധിപരമായ നീക്കമായിരുന്നോ ചേലക്കരയിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ എടുത്തതെന്ന ചോദ്യം ഇപ്പോൾ ഉയരുന്നുണ്ട്. PV അൻവർ അവിടെ അവിടെ ആ മണ്ഡലത്തെ ഇളക്കി മറിച്ചു എന്നതൊരു വസ്തുതയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്ന് അവിടെ പ്രചാരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുപ്പിച്ചു. 100 കണക്കിന് ആളുകൾ അദ്ദേഹത്തോടൊപ്പം എപ്പോഴും ഉണ്ടായിരുന്നു. വാർത്താ സമ്മേളനങ്ങൾ, തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിച്ച ശേഷം അവിടെ ഒരു ഹോട്ടലിൽ നടത്തിയ വാർത്താ സമ്മേളനം, അവിടെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ വരുന്നു, പോലീസ് എത്തുന്നു. അങ്ങനെ ഒരു ഡ്രമാറ്റിക് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ അവിടുത്തെ പെരുമാറ്റങ്ങളൊക്കെ. അപ്പോൾ DMK അദ്ദേഹത്തിൻ്റെ പ്രവർത്തകർ പറയുന്നത് 20,000-ഓളം 15,000-നും 20,000-നും ഇടയിൽ വോട്ട്
നേടും. രമ്യ ഹരിദാസ് അവിടെ ജയിക്കും നേരിയ ഭൂരിപക്ഷത്തിന്. ഇതൊക്കെയായിരുന്നു DMKയുടെ വിലയിരുത്തൽ. 1000 വീടുകൾ നിർമ്മിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ അവിടുത്തെ പ്രഖ്യാപനം, അതിന് ആളുകളെ കണ്ടെത്താനുള്ള പ്രചാരണം, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോഴും ഇതൊന്നും വോട്ടായില്ലെങ്കിൽ രാഷ്ട്രീയമായി PV അൻവറിന് അത് തിരിച്ചടി ഉണ്ടാകും എന്നൊരു മുന്നറിയിപ്പ് അദ്ദേഹത്തിന് പല കേന്ദ്രങ്ങളും നൽകിയതാണ്. വയനാട്ടിൽ UDFനെ പിന്തുണച്ചു, പാലക്കാട്ട് UDFനെ പിന്തുണച്ചു. ചേലക്കരയിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയത് നല്ല തീരുമാനമായിരുന്നു എന്ന് കോൺഗ്രസ് നേതാക്കൾ ചോദിച്ചു. PV അൻവറിനെ UDF പാളയത്തിലേക്ക് കൊണ്ടുവരാൻ നീക്കം നടന്നു എന്നും ആ നീക്കം പൊളിച്ചത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് എന്നും KPCC അധ്യക്ഷൻ തന്നെ നമുക്ക് നൽകിയ അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞു. അതൊക്കെ അവിടെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കെ എന്തുകൊണ്ട് PV അൻവർ അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി ഇത്തരത്തിലൊരു രാഷ്ട്രീയ പരീക്ഷണത്തിന് മുതിർന്നു എന്ന ചോദ്യമുണ്ട്. അതിന് PV അൻവർ വില കൊടുക്കേണ്ടി വരില്ലേ നാളുകളിൽ എന്നതാണ് ഈ വൈകുന്നേരം ഉയരുന്ന ചോദ്യം. പക്ഷേ അൻവർ പറയുന്നത് ഈ വോട്ട് നേട്ടം തന്നെയാണ് എന്ന് പറയുന്നു. പക്ഷേ ആ വോട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കിയില്ല. അപ്പോൾ ആ വോട്ടിന് രമ്യ ഹരിദാസ് ആ വോട്ടിനാണ് തോറ്റതെങ്കിൽ അദ്ദേഹത്തിന് ക്ലെയിം ചെയ്യാമായിരുന്നു. പക്ഷേ അതുമല്ല സംഭവിച്ചത്. അതിനപ്പുറത്തേക്ക് ഉള്ള വോട്ടിന് അവിടെ LDF ജയിച്ചു. LDFനെ തോൽപ്പിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹത്തിന് അത് പറയാമായിരുന്നു. ഈ സർക്കാരിനെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന മുദ്രാവാക്യങ്ങൾ ചേലക്കരയിൽ ചർച്ചയായത് ഈ സ്ഥാനാർത്ഥി ഉള്ളതുകൊണ്ടാണ്, അതുകൊണ്ട് അതാണ് അവിടെ ഇടതുമുന്നണിയുടെ പരാജയത്തിന് കാരണമായത് എന്ന ഒരു ക്ലെയിം വെക്കാമായിരുന്നു. പക്ഷേ അതിനുള്ള സാധ്യതയും ഇപ്പോഴില്ല. യഥാർത്ഥത്തിൽ നമ്മൾ പറയാറുണ്ട്, ഓങ്ങുകയേ ആകാവൂ, അടിക്കരുത്, അതാണ് ബുദ്ധി രാഷ്ട്രീയത്തിലെന്ന്. യഥാർത്ഥത്തിൽ PV അൻവറിനോട് ആ ബുദ്ധി പലരും പറഞ്ഞിരുന്നു. പക്ഷെ അദ്ദേഹം മത്സരിപ്പിക്കുക എന്ന സ്ഥാനാർത്ഥിയെ നിർത്തുക എന്ന തീരുമാനത്തിലേക്ക് എത്തി. അതിന് PV അൻവറിന് അദ്ദേഹത്തിൻ്റെ ന്യായീകരണങ്ങളുണ്ട്. ആ ന്യായീകരണങ്ങൾ ഭാവിയിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ നടക്കാൻ പോവുകയാണ്. ആ ഘട്ടമാകുമ്പോഴേക്കും PV അൻവർ ഇനി എന്ത് നിലപാടെടുക്കും എന്നതൊക്കെ വലിയ ചോദ്യം തന്നെയാണ്. പക്ഷേ അവിടെ ഒരു അൻവർ ഇമ്പാക്റ്റ് ഉണ്ടായില്ല എന്നതാണ് നമുക്ക് ഒറ്റനോട്ടത്തിൽ പറയാൻ കഴിയുന്നത്. അത് ചേലക്കര എന്ന പൊളിറ്റിക്കൽ ലാബിൽ PV അൻവർ നടത്തിയ ഒരു ലിറ്റ്മസ് ടെസ്റ്റ് അമ്പേ പരാജയമായി എന്ന് തന്നെ പറയേണ്ടി വരും എന്നാണ് തോന്നുന്നത്. ശ്രീകാന്തിലേക്ക് കൂടെ പോകേണ്ടതായിട്ടുണ്ട്. ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്, ക്ഷമിക്കണം. ഇപ്പോൾ S. വിജയകുമാർ പറഞ്ഞ ചില കാരണങ്ങൾ, ഇടത് കോട്ട എന്തുകൊണ്ട് അതേ രീതിയിൽ നിലനിന്നു എന്നതിന് ചില കാരണങ്ങൾ S. വിജയകുമാർ പറഞ്ഞു. അപ്പോൾ ആ കോട്ട നിലനിർത്തുമ്പോൾ അതിൽ ചില വിള്ളലുണ്ടാക്കും എന്ന ധാരണ ഉളവാക്കിയെങ്കിൽ പോലും ഒരു ഇഷ്ടിക പോലും ഇളക്കാൻ UDFനോ NDAയ്ക്കോ സാധിച്ചില്ല. അപ്പോൾ ഇവിടെ നമ്മളൊരു അവലോകനം നടത്തിയാൽ എന്തുകൊണ്ട് NDAയും UDFും അവിടെ പരാജയപ്പെട്ടു? ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആദ്യം പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങളുടെ രാഷ്ട്രീയ വിജയം എന്നുള്ളത് പൂർത്തിയാകണമെങ്കിൽ അത് ചേലക്കരയിൽ വിജയിക്കണം. ഇതായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഈ ചേലക്കര പട്ടണത്തിൽ വന്ന് നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറയുകയുണ്ടായത്. പക്ഷേ അദ്ദേഹം പ്രതിപക്ഷം എന്താണോ പറഞ്ഞത്, രാഷ്ട്രീയ വിജയം എന്ന് പറയണമെങ്കിൽ, ആഘോഷിക്കണമെങ്കിൽ ചേലക്കര വിജയിക്കണം എന്ന അദ്ദേഹത്തിന്റെ സ്വപ്നം, ആ ആഗ്രഹം, അത് പൂവണിഞ്ഞില്ല എന്നുള്ളതാണ് ഇന്ന് തെളിയുന്നത്. പക്ഷേ അവരെ തീർത്തും ഇക്കാര്യത്തിൽ എഴുതി തള്ളാനുമായിട്ടില്ല. കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം എന്തായാലും LDFന് നേടാൻ സാധിച്ചില്ല. പരമാവധി LDFനെ വിറപ്പിച്ച് കീഴടങ്ങുകയാണ് UDF ചെയ്യുകയുണ്ടായത്. 12,201 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് നിലവിൽ LDFനുള്ളത്. പക്ഷേ അപ്പോഴും ഈ തെരഞ്ഞെടുപ്പിൽ ഈ വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിൽ പോലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു മുന്നേറ്റത്തിന്റെ സൂചന കാണിക്കാൻ UDFന് സാധിച്ചതുമില്ല. ഒന്നാം റൗണ്ട് എണ്ണുമ്പോൾ 1890 വോട്ടുകളുടെ ലീഡ് എടുത്ത LDF അത് ഈ 13 റൗണ്ടുകളിലും അവർ തന്നെയാണ് മുന്നിൽ നിന്നത്. ആകപ്പാടെ 11ാമത്തെ റൗണ്ടിൽ 574 വോട്ടുകളുമായി UDF ഒരു ലീഡ് എടുത്തു എന്നതൊഴിച്ചാൽ ബാക്കി 12 റൗണ്ടുകളിലും LDF തന്നെയാണ് മുന്നിട്ട് നിന്നത്. മുള്ളൂർക്കരയിൽ മാത്രമാണ് എന്തെങ്കിലും ഒരു ഞരക്കം, ഒരു മൂളൽ UDFന്റെ ഭാഗത്തൊന്നും കേൾക്കാൻ സാധിച്ചതും. ഒരു കാര്യം, എന്തുകൊണ്ടാണ് LDFനെ തകർക്കാൻ സാധിക്കാതിരുന്നത് എന്ന് ചോദിച്ചാൽ അതിൽ പ്രധാനപ്പെട്ട കാര്യം നേരത്തെ വിജയകുമാർ പറഞ്ഞതുപോലെ ഇവിടുത്തെ സ്ഥാനാർത്ഥിയുടെ മികവ് തന്നെയാണ്. ആ സ്ഥാനാർത്ഥിത്വം തന്നെയാണ്. ഏറ്റവും സിമ്പിളായ, ഏറ്റവും ലളിതമായി ജീവിക്കുന്ന ആളുകളോട് ഇടപെടുന്ന വ്യക്തി എന്ന നിലയിൽ UR പ്രദീപ് ഒരു മികച്ച സ്ഥാനാർത്ഥി തന്നെയായിരുന്നു. രണ്ടാമത്തെ കാര്യം, അവരുടെ സംഘടനാ സംവിധാനം തന്നെയാണ്. 28 വർഷക്കാലമായി പാർട്ടി ഭരിക്കുന്ന സ്ഥലത്ത് റോഡും വെള്ളവും മറ്റ് വികസന വിഷയങ്ങളും ഒക്കെ തന്നെ ചർച്ചയായിട്ടും അവരെ തോൽവിയിലേക്ക് തള്ളിവിടാൻ സാധിച്ചില്ലെങ്കിൽ അത് LDFന്റെ ആ സംഘടനാ സംവിധാനത്തിന്റെ മികവ് തന്നെയാണ് എന്ന് പറയാതിരിക്കാനാവില്ല. ഒപ്പം തന്നെ പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ അടക്കം ഈ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് നടത്തിയ വർക്ക് അതൊരിക്കലും തള്ളിക്കളയാൻ സാധിക്കില്ല. മുതിർന്ന നേതാക്കൾ ഇവിടെ എത്തി ക്യാമ്പ് ചെയ്ത്
ഓരോ മേഖലകളിലായി ഒന്ന് ആലോചിക്കണം. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനത്തിന് ഇറങ്ങി എന്ന് പറയുമ്പോൾ അതിൽ നിന്നും വ്യക്തമാവും എത്രത്തോളം ഇമ്പോർട്ടൻസ് അവർ ഇവിടുത്തെ പ്രവർത്തനത്തിന് കൊടുത്തു എന്നുള്ളത്. അതവർക്ക് ഗുണകരമായിട്ടുണ്ട്. മുഖ്യമന്ത്രി 3 ദിവസങ്ങളിലായി 9 പൊതുയോഗങ്ങളിൽ പങ്കെടുത്ത ആ മണ്ഡലം കൂടിയാണ് ചേലക്കര എന്നുള്ളത്. ഇതെല്ലാം കുട്ടി വായിക്കുമ്പോൾ ജയിക്കാതിരിക്കാൻ അവർക്ക് സാധിക്കില്ല. ഒപ്പം തന്നെ ഇവിടെ ഒരു ഇടതോരം ചേർന്ന് പോകുന്ന മനസ്സ് ചേലക്കര മണ്ഡലത്തിനുണ്ട്. അതുകൂടിയായപ്പോൾ വിജയം അവർക്ക് ഒപ്പം തന്നെ നിന്നു. പക്ഷേ UDF എഴുതിത്തള്ളണ്ട. കാരണം അവർ നല്ല മത്സരം തന്നെ ഇവിടെ കാഴ്ചവെച്ചു എന്ന കാര്യത്തിൽ സംശയം വേണ്ട. കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം കുറച്ചു കൊണ്ടുവരാൻ സാധിച്ചു അവർക്ക്. BJPയും 33,000-ൽ പരം വോട്ടുകൾ നേടി മുൻപ് നേടിയതിനേക്കാൾ വോട്ട് പിടിച്ചുകൊണ്ട് അവരുടെ സാന്നിധ്യം അവർ അറിയിക്കുകയും ചെയ്തു. പക്ഷേ ഇതിൽ തട്ടുകേട് സംഭവിച്ചത് നിലമ്പൂരിൽ നിന്നും വണ്ടി കയറി ഇവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി കളം നിറഞ്ഞാടിയ PV അൻവറിനാണ് 3,902 വോട്ടുകളുമായി അദ്ദേഹത്തിന്റെ ആശീർവാദത്തോടെ ഇറങ്ങിയ സ്ഥാനാർത്ഥി NK സുധീറിന് കളം വിടേണ്ടി വന്നു. ശരി, ശ്രീകാന്തും S വിജയകുമാറുമാണ് ചേലക്കരയിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പ് വിശകലനങ്ങളുമായി നമ്മോടൊപ്പം ചേർന്നത്. ചേലക്കരയിൽ കാടിളക്കിയുള്ള പ്രചാരണം ഒരു വശത്ത്, വീടാന്തരമുള്ള പ്രചാരണം ഒരു വശത്ത്. ഇത് രണ്ടും UDFനെയും NDAയെയും തുടച്ചില്ല. പക്ഷേ ഈ ചേലക്കര നൽകുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പരാജയം PV അൻവറിനായിരിക്കുമെന്ന പൊതുവിലയിരുത്തലാണുള്ളത്. ചേലക്കര എന്ന ലാബിൽ PV അൻവർ നടത്തിയ രാഷ്ട്രീയ പരീക്ഷണം പരാജയമായി എന്ന് വിലയിരുത്തുന്നവരാണ് കൂടുതൽ.